அவனிதனிலே பிறந்து மதலையனவே தவழ்ந்து அழகு பெறவே நடந்து இளையோனாய். அவனிதனிலே பிறந்து மதலையனவே தவழ்ந்து அழகு பெறவே நடந்து ഇളയോനായി. ഷൺമുഖൻ. സ്കന്ദപുരാണവും ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും വിവരിക്കുന്നത് ഇപ്രകാരം: ശിവന്റെ അഭൗമമായ തേജസ് അഗ്നിദേവൻ വഹിച്ചു. ഗംഗയിലേക്കും ശരവണത്തിലെ ഇലഞ്ഞിപ്പുല്ലുകളിലേക്കും എത്തിച്ചു. അവിടെ അത് 6 ശിശുക്കളായി പ്രത്യക്ഷപ്പെട്ടു. കാർത്തിക നക്ഷത്ര ദേവതകൾ അവരെ പോഷിപ്പിച്ചു വളർത്തി. പിന്നീട് പാർവതീദേവി ആ 6 ശിശുക്കളെയും ഏകീകൃതമാക്കി 6 മുഖങ്ങളുള്ള ഒരൊറ്റ ദിവ്യ ശിശുവായി സൃഷ്ടിച്ചു. ഇത് സർവജ്ഞതയും എല്ലാ ദിക്കുകളിലേക്കുമുള്ള പരിപൂർണ ജാഗ്രതയും സൂചിപ്പിക്കുന്നു. ഓരോ മുഖവും ജ്ഞാനം, ശക്തി, വൈരാഗ്യം, യശസ്, ഐശ്വര്യം, വീര്യം തുടങ്ങിയ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഷൺമുഖൻ എന്നത് 6 മുഖങ്ങളുള്ളവൻ എന്നർത്ഥം. ഈ 6 മുഖങ്ങൾ 6 ബോധതത്വങ്ങളെ ഒരൊറ്റ പരമസത്യത്തിലേക്ക് ഏകീകരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ കാർത്തികേയൻ ഈ സ്വരൂപം സ്വീകരിക്കുന്നത് സാധകനെ ആന്തരിക പരിവർത്തനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും നയിച്ച് ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനാണ്. ഷൺമുഖൻ്റെ 6 മുഖങ്ങളുടെ ആത്മീയാർത്ഥം. ഈശാനമുഖം. ഈ മുഖം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മചൈതന്യമാണ് എന്ന ആത്മജ്ഞാനം ഇവിടെ ഉദിക്കുന്നു. ഇത് ബ്രഹ്മജ്ഞാനത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും പരമാവസ്ഥയിലേക്ക് സാധകനെ നയിക്കുന്നു. മറ്റു മുഖങ്ങൾ എല്ലാം ഈ മോക്ഷാവസ്ഥയിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. ശരീരത്തെയും മനസ്സിനെയും അതിജീവിച്ച ആത്മചൈതന്യത്തിൻ്റെ അവസ്ഥയാണ് ഷൺമുഖൻ. തത്പുരുഷമുഖം വിവേകബുദ്ധിയെ സൂചിപ്പിക്കുന്നു. സത്യവും അസത്യവും നിത്യവും അനിത്യവും തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലോകാസക്തികളിൽ നിന്ന് സാവധാനം അകലാനും സാധകനെ സഹായിക്കുന്നു. അന്തർമുഖ ധ്യാനത്തിലൂടെ അവൻ്റെ ജ്ഞാനാന്വേഷണം ത്വരിതഗതിയിലാക്കുന്നു. അഘോരമുഖം വൈരാഗ്യത്തെയും ഭയരഹിതത്വത്തെയും സൂചിപ്പിക്കുന്നു. ഭയം, മമത്വബോധം, ആസക്തി എന്നിവയെ മറികടക്കുന്നതാണ് വൈരാഗ്യം. ഇത് ഉപരിപ്ലവമല്ല, ആഴത്തിലുള്ള അന്തർമാറ്റമാണ്. അഘോര എന്നാൽ ഹിംസയെ സൂചിപ്പിക്കുന്നതല്ല, ഉള്ളിലെ പൂർണ്ണതയിൽ നിന്നുയരുന്ന ധൈര്യമാണ്. സാധകൻ തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തോടും ദുർവാസനകളോടും യുദ്ധം ചെയ്ത് ഭക്തിയിലൂടെ പൂർണ്ണ സമർപ്പണ ഭാവത്തിലേക്ക് ഉയരുന്ന അവസ്ഥ. സുഖമോ ദുഃഖമോ വന്നാലും അതിൽ കുടുങ്ങാതെ നിൽക്കുന്ന സമത്വാവസ്ഥ. സാധകൻ്റെ ഹൃദയം ഭക്തിയിൽ മൃദുവായിത്തീരുന്നു. അവൻ കരുണയും സഹാനുഭൂതിയും നിറഞ്ഞവനാകുന്നു. അവൻ എപ്പോഴും വ്യക്തവും സത്യവുമായ മാർഗത്തിൽ നയിക്കപ്പെടുന്നു. വിനയം അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഉടലെടുക്കുന്നു. സ്നേഹത്താലും സമർപ്പണത്താലും കൃപയാലും അവൻ്റെ ഹൃദയം കൂടുതൽ പവിത്രമാകുന്നു. സദ്യോജാതമുഖം ആന്തരിക ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. ശരീരം, മനസ്സ്, പ്രാണൻ എന്നിവ ശുദ്ധീകരിക്കപ്പെടുന്നു. ദിവ്യശക്തിയുമായി ഐക്യപ്പെട്ട പുതിയ ആത്മീയ ജീവിതത്തിലേക്കുള്ള തുടക്കമാണിത്. ഗുഹ ദഹരാകാശ സ്വരൂപം ഹൃദയഗുഹയിൽ വസിക്കുന്ന അന്തര്യാമിയായ ആത്മസ്വരൂപൻ. സാധകനെ മോക്ഷപദത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ഗുരു. ഇവിടെ ദൈവനും സാധകനും ഐക്യപ്പെടുന്നു. ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക്. ഇത് സഹജ സമാധിയുടെ അവസ്ഥയാണ്. ഷൺമുഖനെ ആരാധിക്കുക മാത്രമല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയ ഗുരുവായ ഷൺമുഖൻ. 6 മുഖങ്ങൾ: ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പഞ്ചഭൂതങ്ങൾ എന്നിവയിലെ പ്രാവീണ്യം. മയിൽ അഹങ്കാരവും മമതയും കീഴടക്കിയ ബോധാവസ്ഥ. വേൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഏകാഗ്രയാത്ര.
ഷൺമുഖ സ്വരൂപം എന്നത് സാധകന്റെ ഭയം, അജ്ഞാനം, അഹങ്കാരം, ആസക്തി എന്നിവയെ ജയിച്ച് ശുദ്ധ ചൈതന്യമായി നിലകൊള്ളുന്ന ആത്മസാക്ഷാത്കാര യാത്രയുടെ പ്രതീകമാണ്. വെற்றிவேல் മുരുകനക്ക് ഹരോഹര. ഹരോഹര. ആറുപടൈ ആണ്ടവനേ പോற்றி.